എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇത് പിന്നെ സാം എന്റെ മരുമകനാണ്. ഇപ്പൊ ബിസിനസ്സിൽ ആളും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബിസിനസിന്റെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. സാം പൈലറ്റ്. ഹലോ, ജസ്റ്റ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്. ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടുത്താണ് ആദ്യമായിട്ട്. പുള്ളി പൈലറ്റാണ്. സിനിമയിലെ ഡയറക്ഷനും കുറച്ച് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പിടിച്ച ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ബിസിനസ്സിലേക്ക് ആയി വരികയാണ്. ये वैलेंटाइंस डे में आपके लिए स्पेशल गिफ्ट महाकुंभ मेला वायरल गर्ल मोनालिसा के लिए स्पेशली मेड वो ചോദിക്കട്ടെ. पहनेगा ना, मॉडलिंग करेगा, मार्केटिंग प्रमोशन सब कुछ करेगा ना विद परमिशन हो ना टोटल. थैंक यू इधर थैंक यू. मेरा देश मेरा मुल्क मेरा ये वतन, शांति का उन्नति का प्यार का चमन, इसके वास्ते निसार है मेरा तन मेरा मन. ए वतन ए वतन ए वतन, जाने जा जाने मन. ओके. और उनके डायरेक्टर है सनोज मिश्रा जी. अभी मैं थोड़ी सी एक्टिंग सीख रही हूँ. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് എന്നാണെന്നറിയാം, നമ്മുടെ ബോച്ചയും മൊണാലിസയും അവരെല്ലാം അവരുടെ ടീം, അതായത് ബോച്ചയുടെ ടീമൊക്കെ ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ. പത്രത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ബോച്ച സംസാരിക്കുകയാണ്, എന്താ നമ്മുടെ ഇതെൻ്റെ മരുമോനാണ്, പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് ഇനി വരുവാണെന്നൊക്കെ പറഞ്ഞ് ബോച്ച പരിചയപ്പെടുത്തുന്നുണ്ട്. സാം എന്നാണ് പേര്, പുള്ളി പൈലറ്റാണ്. അത് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി. അതോടൊപ്പം എനിക്ക് ഏറെ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, മൊണാലിസയോട് ഒരു കാര്യം ചോദിക്കുമ്പം മൊണാലിസ അവിടെ പാട്ടൊക്കെ പാടിയിട്ടോ, പിന്നെ നന്നായി സംസാരിച്ചു. മൊണാലിസേനെ ബോച്ച ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റെസ്പോൺസാണ് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നിഷ്കളങ്കമായി ചിരിച്ച് എല്ലാവരും നേരെ കൈവീശി ഹായ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കോൺഫിഡൻറ്റോട് കൂടിയാണ് അവിടെ കണ്ടത് നമ്മൾ. എന്നാൽ ഈ ബോച്ചയുടെ മരുമകനെ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അയാളൊരു പൈലറ്റാണ്, അതിന് നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇതുപോലുള്ള എന്താ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെന്ന് ബോച്ച പറയുമ്പോൾ, ബോച്ച പറഞ്ഞു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പം പുള്ളിക്ക് സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുക. ചിലപ്പോൾ ഇത്ര ആളും ബഹളവും പത്രമൊക്കെ കണ്ടിട്ട്, പത്രക്കാരെയൊക്കെ കണ്ടിട്ടായിരിക്കും, ചാനലുകാരെ റിപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടായിരിക്കും പുള്ളിക്ക് അങ്ങനെ ഒരു സഭാകമ്പം തോന്നി കാണാം. അതുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും ആ പെൺകുട്ടിയെ ഒരു ധൈര്യത്തോടെ സംസാരിച്ചത് എനിക്ക് ഒത്തിരി ശ്രദ്ധിച്ചു ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ ജീവിതാനുഭവങ്ങളായിരിക്കാം അതിനെ അങ്ങനെ പഠിപ്പിച്ചത്. അവൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ഓൾറെഡി മൊണാലിസയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവളിങ്ങനെ മാല വിറ്റ് നടന്നായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്ത്, അങ്ങനെ അത് വൈറലായി. അങ്ങനെ അവൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ വന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യം അവൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ആൾക്കാർ അത് പറ്റിച്ചെടുത്തു. അവളുടെ യൂട്യൂബ് ചാനൽ തട്ടിയെടുത്തു. അങ്ങനെ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോയിരുന്നു. കാരണം ആ യൂട്യൂബ് ചാനൽ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ റിക്വസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്, എല്ലാവരും കാണുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്താണെങ്കിൽ പിന്നീട് അവർ ആ യൂട്യൂബ് ചാനൽ തിരിച്ചു കൊടുത്തു. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങളിലൂടെയും മൊണാലിസ കടന്നു പോയിരുന്നു. കാരണം അവളുടെ ഫെയിമിനെ മുതലാക്കാനായിട്ട് കുറച്ച് പേരെ എത്തിക്കണ്ണി പോലെ ഇങ്ങനെ തൂങ്ങി അവളെ മുതലാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ കുട്ടിക്ക് അതിൽ നിന്നൊരു നന്മയൊന്നും കിട്ടിയില്ല. പക്ഷേ അവളെ ഒരു എന്താ പറയുക, അവളെ പറ്റിച്ച് കാര്യം നേടാൻ വേണ്ടി കുറച്ച് പേര് ശ്രമിച്ചിരുന്നു. അങ്ങനെയൊക്കെ വന്നൊരു പെൺകുട്ടിയാവുമ്പോൾ അവൾക്ക് ഇതിനെ നേരിടാൻ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പോൾ അവളെ നോക്കുക പത്രസമ്മേളനത്തിൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇപ്പം ഇവിടെ മരുമോനെ എടുത്ത് നോക്കുക, അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പോലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പറയുമ്പോൾ അയാൾക്കൊരു സഭാകമ്പം വന്നു. ഒരു മാറി നിൽക്കുന്ന രീതിയിലേക്കൊന്നും അവൾ പോയില്ല. അവൾ തൻ്റെ ഇടത്തോടെയാണ് അത് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഒരു കുപ്പയിൽ കിടന്ന ഒരു മാണിക്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു ഇത് അവൾക്ക് മനസ്സിലാക്കിയെടുത്തിട്ട് അങ്ങനെ ഒരു കോൺഫിഡൻറ്റോട് കൂടി അവൾ സംസാരിച്ച് അത് പ്രസൻറ്റ് ചെയ്ത ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതിനെ ഞാൻ അവളെ അഭിനന്ദിക്കുകയാണ്. ഞാനൊന്നും അല്ലല്ലോ, അത് മാറി നിൽക്കാൻ നമുക്കൊരു കോംപ്ലക്സ് ഒക്കെ തോന്നിയിട്ട് ജീവിത അനുഭവങ്ങളാണ് അവളെ അങ്ങനെ ആക്കിയത്. കാരണം ഇതുപോലെ ഒരുപാട് പേര് അവളെ പറ്റിക്കാൻ ശ്രമിച്ചു, ഒരുപാട് പേര് അവളെ ഇതാക്കാൻ നോക്കി, താഴ്ത്തി കെട്ടാൻ നോക്കി, അടിച്ചിരുത്താൻ നോക്കി, നീ അങ്ങനെ കയറി പോകണ്ട എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ അവൾക്ക് കിട്ടിയൊരു ചാൻസ് അവൾ അതിൽ പിടിച്ച്, ആപത്തിൽ നമുക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. അങ്ങനെ ആ ഒരു കച്ചിത്തുരുമ്പയിൽ അവൾ പിടിച്ചു. അതിൻ്റെ ഒരു ധൈര്യം, അങ്ങനെ പെൺകരുത്ത് അവൾ കാണിച്ചു. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ വാലന്റൈൻസ് ഡേയിലാണല്ലോ ഈ പെൺകുട്ടി അവിടെ വന്നത്. ഇത് മൊണാലിസ ഈ ബോച്ചയുടെ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഡയമണ്ട് കളക്ഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരുപാട് ജനങ്ങൾ അവിടെ വന്നിരുന്നു. പലരും വിചാരിച്ച് അങ്ങനെ ഒരുപാട് ജനമൊന്നും ഉണ്ടാവില്ല, അത്ര ഒരു ഇതായിട്ട് പോകുമായിരിക്കും എന്ന് കരുതി.
എന്നാൽ അവിടെ നിൽക്കുന്നത് ബോച്ചയാണ്. കേരളത്തിലെ മിക്കവാറും ആൾക്കാർ ബോച്ചയുടെ ആരാധകരാണ്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി ഈ പെൺകുട്ടിയുടെ വന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ തിരക്കായിരുന്നു. കോഴിക്കോട് അങ്ങനെ ഇളകി മറിയുമായിരുന്നു. ബോച്ച അവളോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ജ്വല്ലേഴ്സിൻ്റെ മോഡലാകാവോ എന്ന് ചോദിക്കുമ്പോൾ അവൾ സമ്മതിച്ചു. ഒഫീഷ്യലി ആ പെൺകുട്ടി മൊണാലിസ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണലിൻ്റെ മോഡലും ആണ്. ഇവിടെ വേറെ ചിലർ കെട്ടിവെച്ച് ചമച്ച് എല്ലാവരെയും കാണിച്ച് ഒക്കെ വന്ന് ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരു ബോച്ചയായിട്ടുള്ള ആ ഇഷ്യൂ വേണമെങ്കിൽ സംസാരിച്ച് ഒതുക്കാവുന്നതായിരുന്നു, സംസാരിച്ച് തീർക്കായിരുന്നു ഹണി റോസിന്. പക്ഷേ അതിന് പകരം പുള്ളിക്കാരി കേസ് കൊടുത്തതൊക്കെ പുള്ളിക്കാരി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകേണ്ട ഗതികേടായിപ്പോയി. ആ ഒരു സ്ഥാനം മൊണാലിസ കൊണ്ടുപോയി. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഹണി റോസ് ആണെങ്കിൽ ഇത് ആലോചിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ അത് കുഴപ്പമില്ലാന്ന് ചിന്തിക്കുന്നുണ്ടാവാം. എന്നിരുന്നാലും ഊർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ബുദ്ധി തോന്നി നമ്മുടെ ഹണി റോസ് ആ കേസ് കൊടുക്കാൻ തോന്നി. ഹണി റോസിനെ ബോച്ചയെ മൈൻഡ് ചെയ്യാതുമായി. കാരണം ഹണി റോസ് ബോച്ചയുടെ മിക്ക ഉദ്ഘാടനത്തിനൊക്കെ ഹണി റോസ് ആൻ എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവരൊക്കെ ഇപ്പം മാറ്റി നിർത്തിയിട്ട് കുപ്പിയിൽ കിടന്ന ഒരു മാണിക്യത്തെ കൊണ്ടുവന്ന് ഈ ഡയമണ്ടിൻ്റെ കളക്ഷൻ തന്നെ മാല വിറ്റ് നടന്ന ഒരു പെണ്ണിനെ കൊണ്ട് തന്നെ ജയിക്കുള്ള തൻ്റെ ഇടം ബോച്ച കാണിച്ചതോടുകൂടി ബോച്ചയുടെ ഫെയിമും വർദ്ധിച്ചു, ചെമ്മണ്ണൂർ ഇൻ്റർനാഷണലിൻ്റെ ഫെയിമും വർദ്ധിച്ചു. ഇപ്പോൾ അതർ സ്റ്റേറ്റുകളിലും മറ്റുള്ള സ്റ്റേറ്റുകളിൽ കൂടി ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ പെൺകുട്ടി മറ്റ് സ്റ്റേറ്റുകളിൽ ഇവിടെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് ഇവളൊരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ച ആയതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇവളെക്കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ ബോച്ച എന്നുള്ള വാക്ക് ഇപ്പം മറ്റ് സ്റ്റേറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ഒരാളുടെ തലവിധി മാറിയ മാറ്റം എങ്ങനെയാണെന്ന്. ഓക്കെ, ആ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് നമ്മൾ കണ്ടു. അവളുടെ യൂട്യൂബ് ചാനലിലൂടെ അവളുടെ വീട് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അവൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത്, അവർ മാല വിറ്റുകൊണ്ട് നടന്നതൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ നടന്നിരുന്നൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മനം കവരുന്ന ഒരു താരമായിട്ട്, അതായത് ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്യൂട്ടിയായി മാറി. ചാരക്കണ്ണുള്ള സുന്ദരി. ചെമ്മണ്ണൂർ ഇൻ്റർനാഷണലിനും ബോച്ചയ്ക്കൊക്കെ അഭിനന്ദനങ്ങൾ. കൂടെ മൊണാലിസയ്ക്കും ഒരു മോഡലാകാനുള്ള അവസരം ലഭിച്ചു. എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോ ഇവിടെ കാണാം. ബൈ.